ഇനി നോക്കാം ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന SUV ആയ മാരുതി സുസുക്കി ബ്രസ ഫേസ് ലിഫ്റ്റിനൊരുങ്ങുന്നു. ഔദ്യോഗിക ലോഞ്ച് തീയതി മാരുതി സുസുക്കി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും 2026 ആദ്യ പകുതിയിൽ പുതുക്കിയ ബ്രസ വിപണിയിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സബ് കോമ്പാക്ട് SUV വിഭാഗത്തിൽ ടാറ്റ നെക്സോൺ, ഹ്യുണ്ടായി വെന്യൂ, കിയ സോനെറ്റ്, മഹീന്ദ്ര XUV 3X0, നിസാൻ മാഗ്നറ്റ്, റെനോ കിഗർ തുടങ്ങിയ ശക്തമായ എതിരാളികളുമായുള്ള മത്സരമാണ് 2026 ബ്രസയും തുടരുക. പുതിയ ബ്രസ ഫേസ് ലിഫ്റ്റിൽ പൂർണ്ണ രൂപമാറ്റത്തിനു പകരം സൂക്ഷ്മമായ ഡിസൈൻ പരിഷ്കാരങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. പുതുക്കിയ ഫ്രണ്ട് ഗ്രിൽ, പുതുക്കിയ ബമ്പറുകൾ, പുതുക്കിയ LED DRL എന്നിവ ഇതിലുണ്ടാകുമെന്നാണ് സൂചന. സുരക്ഷാ മേഖലയിലാണ് ഏറ്റവും വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നത്. 2026 ബ്രസ ഫേസ് ലിഫ്റ്റിൽ ലെവൽ 2 ADAS സംവിധാനങ്ങൾ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ലെയിൻ കീപ്പ് അസിസ്റ്റ്, ഫോർവേഡ് കൊളീഷൻ വാർണിംഗ്, ഓട്ടോണോമസ് എമർജൻസി ബ്രേക്കിംഗ്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ്, റിയർ ക്രോസ് ട്രാഫിക് അലർട്ട് തുടങ്ങിയവ ഫീച്ചറുകൾ ഇതിലുണ്ടാകാം. ക്യാബിൻ ലേഔട്ട് വലിയ മാറ്റമില്ലാതെ തുടരുമെങ്കിലും പുതിയ സവിശേഷതകൾ വാഹനത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കും. നിലവിലുള്ള 9 ഇഞ്ച് യൂണിറ്റിന് പകരം 10.1 ഇഞ്ച് അല്ലെങ്കിൽ 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, പുതിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, പ്രീമിയം ഓഡിയോ സിസ്റ്റം എന്നിവ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട്. CNG വേരിയന്റിലാണ് ശ്രദ്ധേയമായ മെക്കാനിക്കൽ മാറ്റം പ്രതീക്ഷിക്കുന്നത്. 5 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളും തുടരുമെന്നാണ് പ്രതീക്ഷ. പുതിയ സുരക്ഷാ സംവിധാനങ്ങളും സാങ്കേതിക അപ്ഗ്രേഡുകളും പ്രായോഗിക മെച്ചപ്പെടുത്തലുകളും കൊണ്ട് 2026 മാരുതി ബ്രസ ഫേസ് ലിഫ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ സബ് കോമ്പാക്ട് SUV-കളിലൊന്നെന്ന സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വാട്സാപ്പ് ചാനലിലെ പുതിയ ക്വിസ് ഫീച്ചർ. വാട്സാപ്പ് ചാനലുകളിൽ ഉപയോക്തൃ ഇടപെടൽ വർദ്ധിപ്പിക്കാൻ പുതിയ ഫീച്ചർ അവതരിപ്പിക്കുന്നു. ചാനൽ ക്വിസ് എന്ന പേരിലുള്ള ഈ സംവിധാനത്തിലൂടെ ചാനൽ അഡ്മിന്മാർക്ക് ക്വിസ് അടിസ്ഥാനത്തിലുള്ള അപ്ഡേറ്റുകൾ പങ്കുവയ്ക്കാം. ഒരു ചോദ്യവും അതിനുള്ള ഉത്തരങ്ങൾ വിവിധ ഓപ്ഷനുകളായും ചാനലിൽ പോസ്റ്റ് ചെയ്യാം. ഫോളോവർമാർക്ക് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ക്വിസിൽ പങ്കെടുക്കാം. തിരഞ്ഞെടുത്ത ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നത് തത്സമയം അറിയാനും സാധിക്കും. പുതിയ ക്വിസ് ഓപ്ഷൻ അറ്റാച്ച്മെന്റ് മെനുവിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാട്സ്ആപ്പ് പോളിനോട് സാമ്യമുള്ള ഇന്റർഫേസ് ആണ് ഇതിന്. ഓരോ ഓപ്ഷനുകളോടും ചിത്രങ്ങൾ ചേർക്കാനും കഴിയും. ക്വിസിൽ പങ്കെടുത്തവരുടെ എണ്ണം, ആരെല്ലാം പങ്കെടുത്തു തുടങ്ങിയ വിവരങ്ങൾ ചാനൽ അഡ്മിന്മാർക്ക് ലഭിക്കും. അഡ്മിന്റെ കോൺടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്തവരുടെ ഫോൺ നമ്പരും അറിയാനാകും. ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിലെ പബ്ലിക് ബീറ്റ പതിപ്പിലാണ് നിലവിൽ ഈ ഫീച്ചർ പരീക്ഷിക്കുന്നത്. ബീറ്റ ഇൻഫോയാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. താമസിയാതെ തന്നെ എല്ലാ ഉപയോക്താക്കൾക്കും ഈ ഫീച്ചർ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയിൽ പിക്സൽ ആരാധകരുടെ പ്രതീക്ഷ വർദ്ധിപ്പിച്ച് മിഡ് റേഞ്ച് പ്രീമിയം വിഭാഗത്തിൽ ശക്തമായ സവിശേഷതകളുമായി പിക്സൽ 10a എത്തുന്നു. 45,000 രൂപ വിലയിലെത്തുന്ന ഗൂഗിൾ പിക്സൽ 10a മാർച്ചിലാണ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുക. പ്രമുഖ ടെക് കമ്പനിയായ ഗൂഗിളിന്റെ പുതിയ സ്മാർട്ട് ഫോണായ പിക്സൽ 10a മാർച്ചിൽ ആഗോള വിപണിയിൽ അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ മാർച്ചിൽ തന്നെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത മാസമായ ഏപ്രിലോ ഫോൺ വിപണിയിലെത്താൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ പ്രതീക്ഷിക്കുന്ന വില ഏകദേശം 45,000 രൂപയാണെന്നാണ് സൂചന. ഈ വർഷം ആദ്യം പുറത്തിറക്കിയ പിക്സൽ 9a പിൻഗാമിയായാണ് പിക്സൽ 10a അവതരിപ്പിക്കുക. റിപ്പോർട്ടുകൾ പ്രകാരം പിക്സൽ 10aയിൽ 6.3 ഇഞ്ച് ഫുൾ HD അമോലെഡ് ഡിസ്പ്ലേ ലഭിക്കും. അഡാപ്റ്റീവ് 120 Hz റിഫ്രഷ് റേറ്റ് പിന്തുണയ്ക്കുന്ന ഡിസ്പ്ലേക്ക് 2000 നിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസും ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷ. ഫോണിന് ഗൂഗിളിന്റെ പുതിയ ടെൻസർ G5 ചിപ്സെറ്റ് കരുത്തു നൽകും. മെമ്മറി സ്റ്റോറേജ് വിഭാഗങ്ങളിൽ 8 GB റാം, 128 GB ഇന്റേണൽ സ്റ്റോറേജ് എന്നിവയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ദീർഘകാല ഉപയോഗത്തിനായി 5100 mAh ബാറ്ററി ഫോണിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. 13 മെഗാപിക്സൽ അൾട്രാവൈഡ് ക്യാമറയും ഉണ്ടായേക്കും. സെൽഫികളും വീഡിയോ കോളുകൾക്കുമായി 13 മെഗാപിക്സൽ മുൻ ക്യാമറ ഫോണിൽ ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.